ആഭ്യന്തര വിദേശ നയങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ട്രംപിന്റെ തീരുമാനങ്ങൾ. കുടിയേറ്റത്തിന്റെയും ലഹരികടത്തിന്റെയും പേരിൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി. രാജ്യാന്തര വ്യാപാരത്തിൽ $100 ഒഴിവാക്കി സ്വന്തം കറൻസിക്ക് ശ്രമിച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് 100% ഇറക്കുമതി ചുമത്തുമെന്ന് ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ ഭീഷണി. യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ തടവറയിൽ അടയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണത്തിന്റെ ഭാഗമാകാൻ താൽപര്യമില്ലാത്ത ഫെഡറൽ ജീവനക്കാർക്ക് പിരിഞ്ഞുപോകാനുള്ള പാക്കേജും ട്രംപ് പ്രഖ്യാപിച്ചു. യുഎസും ചില രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാമ്പത്തിക മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാണ് ട്രംപ് തന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ വാഗ്ദാനമായിരുന്നു കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക നികുതി ചുമത്തുമെന്നുള്ളത്. ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പിട്ടതോടെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ചുമത്തിയിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% നികുതി ചുമത്തി. എന്നാൽ കാനഡയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് 10% മാത്രമേ നികുതി ചുമത്തുകയുള്ളൂ. വ്യാപാരത്തിന്റെ കാര്യത്തിൽ മെക്സിക്കോയും കാനഡയും ഒരിക്കലും യുഎസുമായി നല്ല ബന്ധം പുലർത്തിയിട്ടില്ല എന്നാണ് ട്രംപിന്റെ ആരോപണം. മെക്സിക്കോയുടെയും കാനഡയുടെയും സാധനങ്ങൾ ആവശ്യമില്ലെന്ന് ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം മാരക ലഹരിമരുന്നായ ഫെന്റാനിലിന്റെ ഒഴുക്ക് തടയുന്നതിനും കാനഡയും മെക്സിക്കോയും ശ്രമിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ പരാതി. ഫെന്റാനിൽ ലഹരി ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച് അനധികൃതമായി ഈ രാജ്യങ്ങളിലെത്തിച്ച് യുഎസിലേക്ക് കടത്തുകയാണെന്നും ട്രംപ് ആരോപിക്കുന്നു. ഇതിനുള്ള പ്രതികാരമാണ് ചുമത്തിയ അധിക നികുതി. ട്രംപിന്റെ നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നീക്കം. യുഎസിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുമെന്ന് ട്രൂഡോ പ്രഖ്യാപിച്ചു. യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുമെന്ന് മെക്സിക്കോയും അറിയിച്ചു. അതേസമയം ടാരിഫ് ചുമത്തിയതോടെ യുഎസിലേക്ക് അവശ്യ സാധനങ്ങൾക്കും ഇന്ധനത്തിനും വില കൂടാൻ സാധ്യതയുണ്ടെന്ന് ബിസിനസ് വിദഗ്ധർ പറയുന്നു. യുഎസ് ഡോളറിന്റെ ആഗോള മേധാവിത്വം തടയാൻ സ്വന്തം കറൻസി എന്നതാണ് 10 അംഗ ബ്രിക്സ് രാജ്യങ്ങളുടെ ലക്ഷ്യം. ബ്രിക്സ് രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് തുടക്കം മുതൽ ട്രംപ് ഉയർത്തുന്നത്. രാജ്യാന്തര വ്യാപാരത്തിൽ $100 ഒഴിവാക്കി സ്വന്തം കറൻസിക്ക് ശ്രമിച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് 100% ഇറക്കുമതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ബ്രിക്സ് കറൻസി നീക്കം നടത്തുന്ന രാജ്യങ്ങൾ ഇറക്കുമതി തീരുവയ്ക്ക് ഹലോ പറയുക, യുഎസ് വിപണിയോട് ഗുഡ് ബൈയും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഡോളറിനു പകരം മറ്റൊരു കറൻസി സ്വീകരിക്കാൻ ആലോചനയില്ലെന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് കൂട്ടായ്മയിൽ റഷ്യയും ചൈനയുമാണ് ഡോളറിനു പകരം സ്വന്തം കറൻസി എന്ന ആവശ്യം ശക്തമായി ഉയർത്തുന്നത്. യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ തടവറയിൽ അടയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഗ്വാണ്ടനാമോ ബേയിൽ 30,000 കുടിയേറ്റക്കാർക്കുള്ള തടവറയൊരുക്കാനാണ് നീക്കം. പെന്റഗണിലും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനും ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ ഉത്തരവ് നൽകുമെന്നും ട്രംപ് പറഞ്ഞു. ക്യൂബയിലെ ഗ്വാണ്ടനാമോയിലെ യുഎസ് നാവിക താവളത്തിലാണ് അതിസുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തെ തുടർന്ന് വിദേശ ഭീകരരെ തടങ്കലിൽ വയ്ക്കാനാണ് അന്നത്തെ യുഎസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് തടവറ പണിതത്. നിയമവിരുദ്ധ തടവിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ലോകമാകെ കുപ്രസിദ്ധിയാർജിച്ച തടവറയാണിത്. ഭീകരവാദികളെയാണ് ഇതുവരെയും ഇവിടെ തടവിലാക്കിയിട്ടുള്ളത്. കുടിയേറ്റക്കാരിൽ ചിലർക്ക് സ്വഭാവദൂഷ്യമുള്ളതുകൊണ്ട് അവരെ സ്വന്തം രാജ്യം പോലും സ്വീകരിക്കുന്നില്ലെന്നും അതുകൊണ്ട് ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നും ട്രംപ് വെളിപ്പെടുത്തി. ട്രംപിന്റേത് അതിക്രൂരമായ തീരുമാനമെന്നാണ് ക്യൂബയുടെ പ്രതികരണം. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എത്രയുണ്ടായാലും അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ യുഎസുമായി ഇടഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായി കൊളംബിയ ഒടുവിൽ മുട്ടുമടക്കി. കൊളംബിയയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുമായി യുഎസിൽ നിന്ന് 2 സൈനിക വിമാനങ്ങൾക്ക് കൊളംബിയ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതും അവരെ ക്രിമിനലുകളെ പോലെ പരിഗണിക്കുന്നതും അംഗീകരിക്കില്ലെന്നാണ് കൊളംബിയയുടെ നിലപാട്. ഇതിൽ ക്ഷുഭിതനായ ട്രംപ് കൊളംബിയയിൽ നിന്ന് യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% അധിക താരിഫും ഉപരോധങ്ങളും ചുമത്തി. കൊളംബിയയ്ക്കുള്ള വിസ നടപടികളും നിർത്തിവച്ചു. ഉത്തരവിൽ ട്രംപ് ഒപ്പിടുന്നതിന് മുൻപ് മുട്ടുമടക്കിയ കൊളംബിയ പ്രസിഡന്റ്
ഗുസ്താവോ പെട്രോ നാടുകടത്തുന്നവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. തുടർന്ന് താരിഫ് പ്രഖ്യാപനവും ഉപരോധങ്ങളും യുഎസ് പിൻവലിച്ചു. തന്റെ ഭരണത്തിന്റെ ഭാഗമാകാൻ താൽപര്യമില്ലാത്ത ഫെഡറൽ ജീവനക്കാർക്ക് പിരിഞ്ഞുപോകാനുള്ള പാക്കേജ് ട്രംപ് പ്രഖ്യാപിച്ചു. 8 മാസത്തെ ശമ്പളം പിരിഞ്ഞുപോകുന്നവർക്കുള്ള അലവൻസായി നൽകുമെന്നും ട്രംപ് അറിയിച്ചു. ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ നീക്കം. ഫെബ്രുവരി 6-നകം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കണമെന്നാണ് എല്ലാ ഫെഡറൽ ജീവനക്കാർക്കും അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. തീരുമാനം അറിയിക്കാത്തവർക്ക് ജോലിയിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ തന്നെ വരേണ്ടതുണ്ടെന്നും സൂചനയുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് വർക്ക് ഫ്രം ഹോം സൌകര്യങ്ങൾ ജീവനക്കാർക്ക് അനുവദിച്ചിരുന്നു. ഇനി അതുണ്ടാകില്ല. പുതിയ തീരുമാനത്തോടെ ഏതാണ്ട് $10,000 കോടി സർക്കാരിന് ലാഭിക്കാമെന്നാണ് ട്രംപ് ഭരണകൂടം കണക്കാക്കുന്നത്. ഓഫീസിൽ ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് എത്തണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. കോവിഡ് കാലത്ത് തുടങ്ങിവെച്ച വർക്ക് ഫ്രം ഹോം സംവിധാനം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭരണത്തിലേറെ മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ട്രാൻസ്ജെൻഡർ സൈനികരെ സംബന്ധിച്ച പെന്റഗണിന്റെ നയം പുനഃപരിശോധിക്കാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസറ്റിനോട് ആവശ്യപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടു. ഭാവിയിൽ ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്ന് വിലക്കാനുള്ള സാധ്യത തുറന്നിടുന്ന ഉത്തരവാണിത്. പലസ്തീൻ അനുകൂല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചു. ഇതിനെതിരെ ചില മനുഷ്യാവകാശ സംഘടനകൾ പ്രതിഷേധിച്ചു.